ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. തിരുസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധതയും ഒരുക്കി തരുന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. തിരുവചനം കേൾപ്പാൻ താല്പര്യത്തോടെ ഇന്നും കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം പറയാൻ തരുന്ന ഈ അവസരത്തെ ഏറ്റവും ശ്രേഷ്ഠമെന്നെണ്ണി ഇതിനൊക്കെയും മുഖാന്തരമാകുന്ന മഹാദൈവത്തിന് നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ദൂതിന് ആധാരമായ വേദവാക്യം ഏറ്റവും പരിചിതമായൊരു വേദവാക്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. വളരെ പരിചിതമായ വേദവാക്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവിനെ തുടർമാനമായി പിൻപറ്റുകയും കർത്താവിൻ്റെ തിരുവായ്മൊഴികൾ കേൾക്കാൻ താല്പര്യം കാണിച്ച് പിൻപറ്റി വന്ന തൻ്റെ ശിഷ്യഗണങ്ങളോട്, അല്ലെങ്കിൽ തന്നെ വീണ്ടും വീണ്ടും കേൾക്കാൻ താല്പര്യപ്പെട്ടവരോട് കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന ശ്രേഷ്ഠകരമായിരിക്കുന്ന ചിന്തകളാണ് ഗിരിപ്രഭാഷണത്തിനകത്ത്. അതിൽ ലോകപ്രസിദ്ധമായിരിക്കുന്ന പ്രസ്താവനയാണ് ഈ പറയപ്പെട്ടത്. നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും മാനവികത നിറഞ്ഞ ഭാഗമാണത്. എന്നാൽ ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ലാസ്റ്റ് ഭാഗം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാൻ എന്നൊരു വാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. പുറത്ത് കളയുക എന്ന വാക്കും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടാനല്ലാതെ വേറൊന്നിനും കൊള്ളത്തില്ലെന്ന്. ഉപ്പിനെക്കുറിച്ചാണ് പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന. നിങ്ങൾ ഉപ്പിനോട് നമ്മെ, കർത്താവിനെ വിശ്വസിക്കുന്ന ആളുകളെ, ആത്മീയരെ, ദൈവമക്കളെ ഉപ്പിനോട് ഉപമപ്പെടുത്തിയിരിക്കുക. ഞാനും നിങ്ങളും ഭൂമിയുടെ ഉപ്പാണെന്ന്. ഒത്തിരി പ്രത്യേകത ഉപ്പിനുണ്ട്. അതൊന്നും ഇന്നിവിടെ പറയേണ്ട കാര്യമില്ല. ഞാൻ ഈ ഭാഗം തന്നെ ഡെയിലി മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. 5 വർഷത്തോളമായി ഈ സന്ദേശം തുടർമാനമായി ആളുകൾക്ക് അയക്കുന്നു. 5 വർഷത്തിനിടയിൽ ഈ വാക്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത് പറയാൻ കാരണം, പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുക എന്ന വാക്ക് ഒരിക്കലും തള്ളപ്പെടരുത്. പുറത്ത് കളയുക എന്ന് പറയുന്നൊരു വാക്ക് തള്ളപ്പെടുക. അതിന് എവിടെ നിന്നാകട്ടെ, കുടുംബത്തിൽ നിന്നോ, സഭയിൽ നിന്നോ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നോ, കുടുംബജീവിതത്തിൽ നിന്നോ, കൂട്ടുകാരുടെ ഇടയിൽ നിന്നോ, എന്തുമാകട്ടെ, അവിടെ നിന്ന് പുറത്ത് കളയുക എന്ന് പറയുന്നതൊരു വേദനാജനകമായ വാക്കാണ്. ചിലരെല്ലാവരും കൂടി, നമ്മുടെ മലയാളികൾ പറയുന്നൊരു വാക്കുണ്ട്, കരിയാപ്പല പോലെ കളഞ്ഞെന്ന്, അല്ലേ? ഒരിക്കലും പുറത്ത് കളയപ്പെടരുത്. അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബത്തിനകത്ത് എന്നും കാണണം. ചില ആളുകൾ സങ്കടത്തോടെ പറയുന്നുണ്ട്. ഇന്നും ദാവീദ് രാജാവ് ഒരിക്കൽ പറഞ്ഞ വാക്കാണ് നമ്മളിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് പറയാൻ തോന്നുന്നത്. അതിപ്രകാരമാണ്: മരിച്ചു പോയവനെ പോലെ എന്നെ മറന്നിരിക്കുന്നു, എൻ്റെ അപ്പനും അമ്മയും കൂടി എന്നെ മറന്നു, ഉടഞ്ഞ പാത്രം പോലെയായി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു വലിയ കുടുംബമാണ്, 8-9 മക്കളുള്ളൊരു വീട്ടിൽ. ആ വീട്ടിൽ നിന്ന് പുറത്ത് കളയപ്പെട്ട ഒരു മോനെ പോലെയായിരുന്നു ദാവീദ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പുറത്ത് കളയപ്പെട്ടു. കാരണം എന്തുമാകട്ടെ, ഇങ്ങനെ കുടുംബത്തിനകത്ത് നിന്ന്, സ്വന്തം രക്തബന്ധങ്ങൾക്ക് നടുവിൽ നിന്ന്, ചിലപ്പോൾ ചങ്ക് കൊടുത്ത് സ്നേഹിച്ച ആളുകളുടെ ഇടയിൽ നിന്ന്, ചിലപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നിന്ന്, 3-4 മക്കളുള്ള വീട്ടിൽ നിന്ന് പുറത്ത് കളയപ്പെടുക എന്ന് പറയുന്നതൊരു വേദനയല്ലേ? നമ്മുടെ സഭയ്ക്കകത്ത് നിന്ന് പുറത്ത് കളയപ്പെടേണ്ടി വന്നാൽ തന്നെ, ഞാനൊരു പാസ്റ്ററാണ്, 25 വർഷത്തോളമായി ഒരു സഭയുടെ പാസ്റ്ററായിരിക്കും. നമ്മുടെ സഭയ്ക്കകത്തുനിന്ന് ഒരാളെ പുറത്ത് കളയേണ്ടി വരിക എന്ന് പറയുന്നത്, ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ, ഒരാളെപ്പോലും കർത്താവ് ചോര കൊണ്ട് വീണ്ടെടുത്ത് ഒന്നിച്ചിരുന്ന് കർത്തൃമേശയെ പങ്കെടുത്ത് ദൈവത്തെ സ്തുതിച്ച് ഒരാളെപ്പോലും പുറത്ത് കളയേണ്ട ഒരു ഗതികേട് പാസ്റ്റർ എന്ന നിലയ്ക്ക് എനിക്കുണ്ടാകല്ലേ. പുറത്ത് കളയേണ്ടി വന്നാൽ, അങ്ങനെ വേദപുസ്തകത്തിനകത്ത്
നിയമങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളൊക്കെ ഉണ്ടല്ലോ. പൗലോസൊക്കെ വളരെ കർശനമായി കൊരിന്ത്യർ സഭയോട് പറയുന്ന ചില നടപടികളുണ്ടല്ലോ. പക്ഷെ പുറത്ത് കളയേണ്ടി വരരുതേ എന്ന് ഞാൻ മിക്കപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. പുറത്ത് കളയപ്പെടുക, പുറത്ത് കളയപ്പെട്ടാലുള്ള അടുത്ത ഭവിഷ്യത്താണ് എഴുതിയിരിക്കുന്നത്. മനുഷ്യൻ ചവിട്ടും. അക്ഷരീകമായിട്ട് നമ്മളെ കുനിച്ച് നിർത്തി ചെരുപ്പിട്ടോ ബൂട്ട്സിട്ടോ നമ്മുടെ പുറത്തിനുണ്ട് ചവിട്ടുന്ന കാര്യമല്ല പറയുന്നത്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയല്ലോ. മനുഷ്യൻ ചവിട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും താഴെ കാലിന് കീഴെ ചവിട്ടുകൊള്ളുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മൾ അധപ്പതിക്കുക. ഇവിടെ അങ്ങനെ ഞാനെന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയോന്ന് എനിക്കറിയില്ല. ഞാൻ വിശദീകരണം ചുരുക്കാം. കർത്താവ് ഇവിടെ പറയുകയാണ്, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതെല്ലാവരും കൂടി എടുത്ത് പുറത്ത് കളയും. പുറത്ത് കളഞ്ഞാൽ എല്ലാവരും ഇട്ട് ചവിട്ടും. ഇത്രയുള്ള കാര്യം. ഇന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ടൊരു ഉപദേശ രൂപേണ വളർന്നു വരുന്ന ജീവിതത്തിൻ്റെ പകുതി മുക്കാലും കഴിഞ്ഞ ആരുമാകട്ടെ എന്നെ കേൾക്കുന്നേ, ഒരിക്കൽ പോലും പുറത്ത് കളയപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടാകരുത്. ഒരിടത്തു നിന്നും തള്ളപ്പെടുക, ഉപേക്ഷിക്കപ്പെടുക, പുറത്ത് കളയുക എന്നൊക്കെ പറയുന്ന ആ സ്ഥിതിക്ക് വേദപുസ്തകത്തിൽ ഒത്തിരി പ്രാധാന്യതയുണ്ട്. ദൈവം തള്ളിയ മനുഷ്യൻ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആ സ്നേഹവലയത്തിൽ നിന്ന്, കരുതലിൽ നിന്ന്, ദൈവത്തിൻ്റെ സംരക്ഷണയിൽ നിന്ന്, ദൈവത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് നമ്മളെ പുറത്ത് കളഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ്, രക്തവളപ്പിൽ നിന്ന്, ആ കോട്ടയ്ക്കകത്ത് നിന്നൊക്കെ പുറത്ത് കളഞ്ഞാൽ പിന്നെ നമ്മൾ നിലത്ത് കിടന്ന് ചവിട്ടുകൊള്ളുകയുള്ളൂ. ഞാൻ ഒന്നോടെ പറയുന്നു, അക്ഷരീകമായി തറയിലിട്ട് ചവിട്ടുന്ന കാര്യമല്ല ഈ പറയുന്നത്. എങ്കിൽ പോലും മറ്റുള്ളവരുടെ മുമ്പാകെ അവരുടെ കാൽച്ചുവട്ടിൽ ചവിട്ടുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ദുഃഖകരമാണ്, സങ്കടകരമാണ്, വേദനാജനകമാണ്. ആർക്കും അതുണ്ടാകാതിരിക്കട്ടെ. ഞാനതിൻ്റെ മറുവശം പറയാം. കർത്താവ് ഇവിടെ പറഞ്ഞത് പുറത്ത് കളയുക, ചവിട്ടുകൊള്ളുക എന്നതിലുപരി കാരമില്ലാതെ പോയാൽ, ഇവിടെ ഉപ്പ് കാരം എന്നൊക്കെ പറയുന്നത് മനുഷ്യനോടുള്ള ബന്ധത്തിൽ ആത്മീയതയാണ്. ഈ മനുഷ്യനെ ആത്മീയനെ മാറ്റി നിർത്തും. മനുഷ്യനെന്ന നിലയ്ക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നുണ്ട്. മനുഷ്യത്വം നമുക്കുണ്ടെങ്കിൽ പുറത്ത് പോകില്ല. മനുഷ്യത്വം നമുക്കുണ്ടെങ്കിൽ ആരും നമ്മളെ ചവിട്ടത്തുമില്ല. അതാണ് ഇവിടെ പറയുന്ന കാരം എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്ക്. ഇംഗ്ലീഷ് ബൈബിളിൽ പല വാക്കുകളാണ് പല വേർഷനുകൾ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ ആ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്, അത് തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾ മനസ്സിൽ കരുതുക. ഇനി അതിൻ്റെ ഉയർന്ന ലെവലാണ് ആത്മീക മനുഷ്യൻ. ആത്മീക മനുഷ്യൻ്റെ ആത്മീകമെന്ന് പറയുന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മുടെ അകത്ത് ആത്മീകമുണ്ട്. ആത്മീകം 4 ചുമരുകൾക്കകത്ത് ഞായറാഴ്ചയോ മറ്റു ദിവസമോ 10 മണിക്ക് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന സമയം മുതൽ 12:30-ക്കോ 1 മണിക്കോ ആശീർവാദം പറയുന്ന സമയം വരെ ഉണ്ടാകുന്ന ചില നടപടികളല്ല. പിന്നെയോ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ആത്മീകം. ആത്മീകമാണ് ആത്മീക ജീവിതത്തിലെ കാരം എന്ന് പറയുന്നത്. ഇവിടെ കാരം എന്ന് പറയുന്നത് എന്താ പാസ്റ്ററേ എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ അഡ്വാൻസ് ആയിട്ട് തരിക. മനുഷ്യനാണെങ്കിൽ മനുഷ്യനിലെ മനുഷ്യത്വമാണ് കാരം. നിങ്ങളൊരു സ്പിരിച്വൽ മാനാണ്, ആത്മീകനാണെങ്കിൽ, യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ആത്മീകമായി ജീവിച്ച് നിത്യത ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ആത്മീക മനുഷ്യൻ്റെ ആത്മീകമാണ് കാരം. അപ്പം ആത്മീകൻ്റെ ആത്മീകം നഷ്ടപ്പെട്ടാൽ സൂക്ഷിച്ചോളണം, ഏത് വലിയ ആളാണെങ്കിലും പുറത്ത് പോയിരിക്കും, ചവിട്ടുകൊണ്ടിരിക്കും. അതിന് തർക്കമില്ല. മനുഷ്യത്വം ഈ ഭൂമിയിലുണ്ടാകണം. അയൽവക്കക്കാരോട്, സ്വന്തം വീട്ടിലുള്ളവരോട്, ഓഫീസിൽ ജോലി ചെയ്യുന്നവരോട് ഇപ്പം മനുഷ്യത്വം കാണിക്കണം. മനുഷ്യത്വം നഷ്ടപ്പെട്ടാൽ കാരമില്ലാത്ത ഉപ്പ് പോലെയാണ്. നിശ്ചയം നമ്മൾ വലിയ പുള്ളിയാന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ കുറേ കഴിയുമ്പോൾ എല്ലാവരാലും തള്ളപ്പെടും. ആർക്കും ഇഷ്ടമല്ലാത്ത മനുഷ്യനാവും. ഭാര്യയ്ക്ക് പോലും, അപ്പന് പോലും ഇഷ്ടമല്ലാത്ത ആളാവും. അത് കഴിയുമ്പോൾ എല്ലാവരും കൂടിയിട്ട് ചവിട്ടാൻ തുടങ്ങും. അവസാനമൊക്കെ ഞാനീ പറയുന്നൊരു അറമ്പറ്റിയ വാക്കെന്ന് ചിന്തിക്കരുത്. ആരും കാണുകയില്ല. ചത്ത പാട്ട് പാടാൻ പോലും ആരും കാണുകയില്ല. നിങ്ങളുടെ നാട്ടിൽ പലരും പറയാറുണ്ട്. മനുഷ്യത്വവും ആത്മീയവും നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ.
ദൈവികതയുടെ ഒരു ഭാഗമാണ് ആത്മീകം എന്ന് പറയുന്നത്. ആത്മീകത്തിനകത്ത് കരുണ, ക്ഷമ, സ്നേഹം, വിട്ടുവീഴ്ച, വിശുദ്ധി, ഇതെല്ലാം ചേരുന്നതാണ് ആത്മീകം. ഇതെല്ലാം കൂടി ചേരുന്നതാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണമായിട്ട് ഇഴപിരിക്കാൻ പറ്റിയാല. അത് നമ്മളിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഉയർത്തപ്പെടും. നിങ്ങളെ ആളുകൾക്ക് ആവശ്യമായി വരും. ചവിട്ടുകൊള്ളേണ്ടി വരികയില്ല. കഷ്ടതയും പ്രയാസവും ഒക്കെ ഉണ്ടാകും, അത് വേറെ കാര്യം. പക്ഷെ കർത്താവ് പറഞ്ഞ വാക്കിന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരമുള്ള വിശ്വാസി അഥവാ ആത്മീകമുള്ള, ദൈവകൃപയുള്ള, ദൈവഭയമുള്ള, വിശുദ്ധിയുള്ള, വചനപ്രകാരമുള്ളൊരു ജീവിതം നയിക്കുന്ന വിശ്വാസിയാണെങ്കിൽ അതാണല്ലോ കാരം. നിങ്ങൾക്ക് ധൈര്യമായി ആ വേദപുസ്തകത്തിൽ 5:13 കൈവച്ചിട്ട് പറയാം, അപ്പാ തള്ളപ്പെടരുത്, ആരുടെയും ചവിട്ടുകൊള്ളാനിടയാകരുത്. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, ഒരിടത്തും പുറകിലാകരുത്, ചവിട്ടുകൊള്ളരുത്. അതിന് മനുഷ്യനായി ആത്മീകനായി ജീവിച്ചോളണം. ഈ 2 വാക്ക് ഓർത്തിരിക്കണം. മനുഷ്യത്വം കളയരുത്, ആത്മീയം കളയരുത്. കർത്താവ് പറഞ്ഞു, മനുഷ്യത്വവും ആത്മീയവും നമ്മുടെ ജീവിതത്തിൻ്റെ കാരമാണ്. അത് പോയാൽ എത്ര കൊമ്പനാണെങ്കിലും കുറേ കഴിയുമ്പോൾ ചവിട്ടുകൊള്ളേണ്ടി വരും കേട്ടോ. സംഭവിക്കാതിരിക്കട്ടെ. നമുക്കതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിനായി സ്തോത്രം. നാഥ, ഇന്നത് പറയാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചു. പരമോന്നതനെ, ഞാൻ ഈ വാക്ക് ആയിരങ്ങളുടെ ഇടയിലേക്ക് കത്തിച്ചു വിടുകയാണ് കർത്താവേ. തീപ്പൊരിയായിട്ട് വിടുക. മനുഷ്യത്വരഹിതമായ പ്രവൃത്തി കൊണ്ട് ആരെങ്കിലും തള്ളപ്പെടുകയും ചവിട്ടുകൊള്ളുകയും ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവരത് തിരിച്ചറിയട്ടെ. ഒരിടത്തും മനുഷ്യത്വരാഹിത്യം, ആത്മീകരാഹിത്യം സംഭവിക്കാതിരിക്കട്ടെ. ആത്മീകനായി ജീവിച്ച്, മനുഷ്യനായി ജീവിച്ച്, കാരമുള്ള ഉപ്പ് പോലെ അനേകർക്ക് ഗുണം ചെയ്യാൻ ഞങ്ങളെ വീണ്ടും ഉപയോഗിക്കണേ. ഇതെല്ലാവർക്കും മനസ്സിലാകണേ. കർത്താവ് എന്തുകൊണ്ടാണ് അടിയനോടിത് പറയാൻ പറഞ്ഞതെന്ന് എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റണേ. അതൊരു ഗുണമാകണേ. യേശു അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവായ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.